വീണയ്ക്കെതിരായ വേട്ടയാടൽ തന്റെ മകളായതുകൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തനിക്കും മകൾക്കും ഹവാല ഇടപാടില്ല. ഷംസീറിനെതിരെ വെള്ളാപ്പള്ളിയുടെ പരാമർശം അസംബന്ധമെന്നും പിണറായി തൃശൂരിൽ പറഞ്ഞു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും രഞ്ജിത്ത് അമ്പാടിച്ചേരിയാണ്. രഞ്ജിത്ത്, ഇവിടെ വീടയ്ക്ക് കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിലാണ് മകളെ സംരക്ഷിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നതിന്. ഹവാല ഇടപാടിൽ തനിക്കും മകൾക്കും പങ്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ തനിക്കെതിരെ ഉയർന്ന ചോദ്യശരങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു വെപ്രാളം എന്ന രീതിയിൽ കൂടി കാര്യങ്ങളെ മനസ്സിലാക്കണമല്ലേ? അതായത് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അഴിമതിക്ക് കൃത്യമായ തെളിവുകൾ വീണാ വിജയനെതിരെ ഇഡി കണ്ടെത്തിയിട്ട് ദിവസങ്ങളായി. ഓരോ ദിവസവും ഈ മാസപ്പടി കേസിലും അതുമായി ബന്ധപ്പെട്ട മറ്റ് ഹവാല ഇടപാടുകളിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും വീണാ വിജയന്റെ ഭർത്താവും CPM നേതാവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനും ഒക്കെ കൃത്യമായ പങ്കുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. അത് കേവലം 2.74 കോടിയോ അല്ലെങ്കിൽ 85 ലക്ഷമോ അല്ല, മറിച്ച് 20 കോടിയിലധികം രൂപ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കും അവിടെ നിന്ന് അമേരിക്കയടക്കമുള്ള വിവിധ രാജ്യങ്ങളിലെ രാജ്യാന്തര ബാങ്കുകളിലേക്കും കടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് വീണാ വിജയനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ പേരിലെടുത്ത മൊബൈൽ ഫോണുകളും ഉപയോഗിച്ചു പോലും വീണാ വിജയൻ കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുകൾ നടത്തിയെന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിറളി പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ തൻ്റെ മകളെ ന്യായീകരിച്ച് മെഴുകാൻ ശ്രമിക്കുന്നത്. ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ബഹുഭൂരിപക്ഷം സമയവും തൻ്റെ മകളെ ന്യായീകരിക്കാൻ ഒരു അച്ഛൻ പരിശ്രമിക്കുന്ന അതിദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ഇരട്ടച്ചങ്കൻ എന്നൊക്കെ CPM സഖാക്കന്മാർ പറഞ്ഞിരുന്ന പിണറായി വിജയന്റെ ഒരു ദയനീയ മുഖം ഇപ്പോൾ കേരളം കണ്ടിരിക്കുന്നു. തനിക്ക് നേരെ കൂടി അന്വേഷണം വരുമെന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മകളുടെ പേരിൽ ഒരു സഹതാപ തരംഗമുണ്ടാക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വീണാ വിജയന് മകൾക്ക് ഇത്തരത്തിലുള്ള കോടികളുടെ ഇടപാടുകൾ നടത്താൻ കഴിഞ്ഞത്. സ്വാഭാവികമായും വീണയിൽ നിന്നും മുഹമ്മദ് റിയാസിലേക്ക്, മുഹമ്മദ് റിയാസിൽ നിന്നും പിണറായി വിജയനിലേക്ക് കാര്യങ്ങൾ അങ്ങനെ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇഡിയുടെ കൃത്യതയാർന്ന അന്വേഷണം ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലടക്കം CPMനുള്ളിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത ഇതിനകം രൂക്ഷമായത്. മുഹമ്മദ് റിയാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരുന്നു. പാർട്ടിയിലുടനീളം എന്തിന് ഈ കുടുംബത്തെ, തെറ്റ് ചെയ്ത ഈ കുടുംബത്തെ ഞങ്ങൾ രക്ഷിക്കണം, ഞങ്ങൾ സംരക്ഷിക്കണം, അവർക്ക് വേണ്ടി പറയണമെന്നുള്ള ഒരു പൊതുവികാരം ഉയരുന്നു. ഈ വികാരമടക്കം ഇപ്പോൾ പിണറായി വിജയനെ ഇങ്ങനെ കൊണ്ട് പറയിക്കുന്നതിൽ എത്തിച്ചിരിക്കുന്നു അല്ലേ? കാരണം എല്ലാ ചോദ്യമുനകളും തന്നിലേക്ക് എത്തുമ്പോൾ വല്ലാതെ വെപ്രാളപ്പെടുകയാണ്, വല്ലാതെ ഭയപ്പെടുകയാണ്, ആശങ്കപ്പെടുകയാണ് പിണറായി വിജയൻ അല്ലേ? തീർച്ചയായിട്ടും പാർട്ടിയിൽ പിണറായി വിജയൻ ഏറെക്കുറെ ഒറ്റപ്പെട്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. എം വി ഗോവിന്ദനും മുഹമ്മദ് റിയാസും മാത്രമാണ് പരസ്യമായെങ്കിലും പിണറായി വിജയന് പിന്തുണമായി എത്തിയിരിക്കുന്നത്. മറ്റൊരു LDFിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI അവരുടെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് മാസപ്പടി കേസിൽ വീണാ വിജയനെതിരെ നടക്കുന്ന ED അന്വേഷണത്തിൽ ഇടപെടാനില്ല എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ വ്യക്തമാക്കി. CPM സ്വന്തം നിലയ്ക്ക് ഈ നിയമ നടപടികളെ നേരിടട്ടെ എന്നതാണ് CPIയുടെ നിലപാട്. അത്തരത്തിൽ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ടു എന്നുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ഒരു സഹതാപ കഥയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പിണറായി വീണ്ടും ആവർത്തിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ട്രോളുകളായി അത് മാറുകയാണ്. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. മടിയിൽ കനമുണ്ടെങ്കിലേ നടക്കുമ്പോൾ ഭയക്കേണ്ടതുള്ളൂ എന്ന പിണറായി വിജയന്റെ വാക്ക് തന്നെ പിന്നീട് വലിയ ട്രോളായി മാറി. അതായത് പിണറായി വിജയൻ പറയുന്നത് തൻ്റെ മകളായതുകൊണ്ട് വീണയെ വേട്ടയാടുന്നു, വീണാ വിജയനെതിരെ വിചിത്രമായ നടപടി എടുക്കുന്നു. എന്ത് വിചിത്രമായ നടപടിയാണ്? ED കൃത്യമായി അവരുടെ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ അന്വേഷണത്തിൽ വീണാ വിജയനെതിരെ ലഭിക്കുന്നത് വലിയ പ്രധാനപ്പെട്ട തെളിവുകളാണ്. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ലഭിച്ചത് നിർണായകമായ തെളിവാണ്. അവിടെ നിന്ന് ലഭിച്ച ഡയറിയിലാണ് ആർക്കൊക്കെ പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ വീണാ വിജയന്റെ ലോക്കർ പരിശോധിച്ചു
പരിശോധിച്ചു, വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു, വീണ വിജയന്റെ വിദേശ യാത്രകൾ പരിശോധിച്ചു. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ സ്വപ്ന സുരേഷ് എന്താണോ വർഷങ്ങൾക്ക് മുൻപേ വെളിപ്പെടുത്തിയത് അതിന് സമാനമായ കൊള്ള കേരളത്തെ തന്നെ കൊള്ളയടിച്ച ഒരു ഭരണാധികാരി എന്ന് പിണറായി വിജയനെ രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പിണറായിയുടെയും മകളുടെയും ഭാര്യയുടെയും മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെയും അടക്കം വിദേശ യാത്രകൾ ദുരൂഹമാണ് നീതി കണ്ടെത്തിയിരിക്കുന്നു. ഈ വിദേശ യാത്രകളിൽ സഞ്ചരിച്ച രാജ്യങ്ങൾ കണ്ട ആളുകൾ ഇത് അവസാനം ഈ യാത്രകളെല്ലാം അവസാനിക്കുന്നത് ദുബായിൽ വഴി മാത്രമേ പിണറായിയും കുടുംബം തിരികെ എത്തുകയുള്ളൂ. തിരികെ എത്തുമ്പോൾ ഗ്രീൻ ചാനൽ വഴി എത്തിപ്പെട്ടപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നു നമുക്കറിയാം. സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി പിണറായി വിജയന്റെ വീട്ടിലേക്ക് കോൺസുലേറ്റിൽ നിന്ന് ബിരിയാണി ചെമ്പ് കൊണ്ടുവന്നു. അതിൽ മുഴുവൻ സ്വർണവും ഡോളറും ഒക്കെ ആയിരുന്നു എന്നുള്ള അന്ന് അപസർപ്പക കഥകളെന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ അവയെ തള്ളിക്കളഞ്ഞുവെങ്കിൽ ഇന്ന് ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ, ഇഡിയുടെ അന്വേഷണവുമായി ചേർത്ത് വായിക്കുമ്പോൾ പിണറായി വിജയനും മകൾ വീണ വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും ചേർന്ന് വൻതോതിലുള്ള കള്ളപ്പണ ഇടപാട് നടത്തി എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ അത് ഏറെക്കുറെ ബോധ്യപ്പെടുന്ന ഘട്ടത്തിലാണ്. പാർട്ടിയെയും പാർട്ടി അണികളെയും വശം താക്കാൻ അല്ലെങ്കിൽ അവരിലൊരു സഹതാപം ഉണ്ടാക്കാൻ മകളെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായി ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളന നാടകം നടത്തുന്നത് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും തന്നെ വ്യക്തമാകുന്നതാണ്. KP രഞ്ജിത്തെ, ഇവിടെ മകളുടെ അച്ഛന്റെ വിലാപത്തോടൊപ്പം വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വിമർശനങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി ഒരു കാര്യം ഓർമ്മിപ്പിച്ചത്, കൃത്യമായ രീതിയിൽ താക്കീത് സ്വരത്തിൽ പറഞ്ഞത് LDFന്റെ പരാജയത്തിന്റെ ഭാരം തന്റെ മേൽ കെട്ടിവെക്കേണ്ട, തന്റെ തലയിൽ കെട്ടിവെക്കേണ്ട. ഷംസീറിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിക്കെതിരെയും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയുണ്ടായല്ലേ? തീർച്ചയായിട്ടും അതിന് ഒരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ട് KP, അത് മനസ്സിലാക്കണം. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു സമുദായ നേതാവ് പാറ പോലെ ഉറച്ചു നിന്നത് പിണറായിക്ക് പിന്നിലാണ്. പലപ്പോഴും പല ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും പിണറായി രക്ഷപ്പെടുത്തിയത് പോലും, രാഷ്ട്രീയമായി രക്ഷപ്പെടുത്തിയത് പോലും വെള്ളാപ്പള്ളി നടേശനാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഷംസീർ എന്ന CPM-കാരന് വേണ്ടി അല്ലെങ്കിൽ ഷംസീർ എന്ന പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവിന് വേണ്ടി വെള്ളാപ്പള്ളിയെ പിണറായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ ചതി വെള്ളാപ്പള്ളിയോട് പിണറായി ചെയ്തിരിക്കുന്നു. കാരണം ഇതിനൊരു അടിസ്ഥാനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഷംസീറിനെതിരെ ഒരു പ്രസ്താവന വെള്ളാപ്പള്ളി നടത്തിയത്. അതിനും ഒരു കാരണമുണ്ട്. അതായത് നേരത്തെ അയ്യപ്പ സംഗമം ശബരിമലയിൽ നടന്ന അല്ലെങ്കിൽ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയന്റെ കാറിൽ വെള്ളാപ്പള്ളിയെ കയറ്റിയതിനെ ഷംസീർ വിമർശിച്ചിരുന്നു. അതുമാത്രവുമല്ല, വെള്ളാപ്പള്ളിയുടെ പല പ്രസ്താവനകളെയും CPM-ഉം സർക്കാരും മുഖ്യമന്ത്രിയും തള്ളിപ്പറയാത്തത് ജനങ്ങൾക്കിടയിൽ, അണികൾക്കിടയിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിച്ചുവെന്ന് ഷംസീറിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. ഷംസീറിന് മുസ്ലിം ലീഗിന്റെ മനസ്സാണ്. തോൽവിയുടെ ഭാരം പിണറായിയുടെ തലയിൽ മാത്രം കെട്ടിവെക്കേണ്ടതില്ല, തൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല. പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യവും ധിക്കാരവും മൂലമാണ് എന്നൊരു പ്രതികരണം വെള്ളാപ്പള്ളി നടത്തിയിരുന്നു. ഇപ്പോൾ അതിൽ ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷത്തിൽ ആദ്യമായി വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അസംബന്ധമെന്ന് പറയുന്നു. ഇതിൽ മനസ്സിലാക്കേണ്ടത് പിണറായിയെ സംബന്ധിച്ച് ഇനി ഷംസീറിനെ തള്ളിക്കളയാൻ കഴിയില്ല, ഷംസീറിന്റെ സമുദായത്തെ തള്ളിക്കളയാൻ കഴിയില്ല, ഷംസീറുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. ആകപ്പാടെ ഇനി അത് മാത്രമേ പ്രതീക്ഷയുള്ളൂ. അപ്പോൾ ഷംസീർ വേണമോ വെള്ളാപ്പള്ളി വേണമോ എന്നുള്ളൊരു ചോയ്സ് വരുമ്പോൾ ആ ചോയ്സിൽ പിണറായി വിജയൻ തിരഞ്ഞെടുക്കുന്നത് ഷംസീറിനെയാണ്. ഷംസീർ മതി, വെള്ളാപ്പള്ളി പോയാലും കുഴപ്പമില്ല, ഷംസീറിന്റെ രാഷ്ട്രീയം മതി, ഷംസീറിന്റെ ആളുകൾ മതി എന്നുള്ള വളരെ പച്ചയ്ക്കുള്ള തന്നെ നിലപാട് വ്യക്തമാക്കുകയാണ് ഇവിടെ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. യെസ്, വീണയ്ക്കെതിരായ വേട്ടയാടൽ തന്റെ മകളായതുകൊണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. തനിക്കും മകൾക്കും ഹവാല ഇടപാടില്ല. ഷംസീറിനെതിരായ വെള്ളാപ്പള്ളിയുടെ പരാമർശം അസംബന്ധമെന്നും പിണറായി തൃശൂരിൽ പറഞ്ഞു. വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും രഞ്ജിത്ത് അമ്പാടി നൽകിയത്.